യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വേദവചന ധ്യാനം. 5-ാം അധ്യായത്തിൽ 38-ാം വാക്യം ആണ് നമ്മൾ വായിച്ചത്. 37 വരെയാണ് വായിച്ചതെന്നാണ് എന്റെ ഓക്കെ. 37-ാം വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന് സാക്ഷ്യം കേൾക്കേണ്ടത് പിതാവിൽ നിന്നായിരുന്നു. മനുഷ്യരുടെ ഒരു സാക്ഷ്യം കൊണ്ട് കർത്താവിന് പ്രയോജനം ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യർക്ക് അവനെ വെളിപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല. മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടിനാൽ അവനൊരു സാക്ഷ്യം ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. അത് ദൈവം പിതാവ് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യമായിരുന്നു. നമുക്കതിന് ഒത്തിരി തെളിവുകൾ ബൈബിളിലുണ്ട്. നഥനയേലിന്റെ സാക്ഷ്യമോ ശമരിയാക്കാരിയുടെ സാക്ഷ്യമോ ഒന്നും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, അവന്റെ മിനിസ്ട്രിയെ സംബന്ധിച്ച് മതിയാവുമായിരുന്നില്ല. അതിനപ്പുറത്ത് ആത്മാവിലുള്ള ഒരു വെളിപ്പാടിലുള്ള ഒരു സാക്ഷ്യം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിന്റെ സാക്ഷ്യം വരെയും കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്. പിതാവ് അവന്റെ ഉള്ളിൽ, സ്വർഗസ്ഥനായ പിതാവ് അവന്റെ ഉള്ളിൽ അത് സാക്ഷ്യമായി വെളിപ്പെടുത്തണമായിരുന്നു. സോ വിറ്റ്നസ് അബൌട്ട് ക്രൈസ്റ്റ് ഹാഡ് ടു കം ഫ്രം എബോവ്. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ വരണമായിരുന്നു. അതുവരെയും കർത്താവ് കാത്തിരിക്കുന്നു. സഭയെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം പോലും കർത്താവ് ആ ഒരു മോമെന്റ് വരെ മിണ്ടുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എപ്പോഴാണോ ആ ദൈവികമായ വെളിപ്പാട് പത്രോസിനുണ്ടാകുന്നത്, ആ സമയത്താണ് കർത്താവ് സഭയെ സ്ഥാപിക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്ന സഭ എപ്പോഴും പിതാവിന്റെ ഒരു പണിയാണ്, പിതാവിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. തന്റെ പുത്രന്റെ മണവാട്ടി എന്ന് പിതാവ് വിളിക്കുന്ന, അല്ലെ പിതാവ് തിരഞ്ഞെടുക്കുന്ന ആ ചർച്ച് സഭ, ആ സഭയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് തന്നെ പിതാവ് പത്രോസിന് നൽകിയ ഒരു വെളിപ്പാടിൽ നിന്നാണ്. അപ്പൊ ശരിക്കും പിതാവിന് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ കർത്താവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത വാക്യം എങ്ങനെയാണ്? 38-ാം വാക്യം. 37-ാം വാക്യത്തിൽ ഇത്രയും കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടുമില്ല. അപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവാണ് അവനെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ യോഹന്നാനിലെ പല പ്രാവശ്യവും ഇത് കാണാം. പിതാവിനെ ആരും കണ്ടിട്ടില്ല, പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിതാവ് അദൃശ്യനായിരിക്കുകയും പുത്രനെ അവൻ വെളിപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പുത്രൻ എന്ത് ചെയ്യുന്നു അതെല്ലാം പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിതാവിൽ നിന്ന് എന്ത് കേട്ടോ അത് തന്നെയാണ് പുത്രൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിതാവ് ആരാണോ അത് തന്നെയാണ് പുത്രൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പിതാവിനെ ആരും കണ്ടിട്ടില്ല, പുത്രനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അടുത്ത വാക്യം, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ നമ്മൾ വായിച്ചു പോയതാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നുവെങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പം വചനമെല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഈ പിതാവ് ഇവനെക്കുറിച്ച് പ്രവാചകന്മാരോട് പറഞ്ഞ സാക്ഷ്യമോ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യേകമായ വെളിപ്പാടുകളിലേക്കൊന്നും അവർ വരാൻ തയ്യാറല്ല, ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരാൻ തയ്യാറല്ല. പക്ഷെ ദൂരെ ഇരുന്ന് വചനം പഠിക്കാൻ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഇടയിലും വചനം പഠിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ ജീവൻ പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്നവർ വളരെ കുറവാണ്. വചന പ്രസംഗം എന്ന് പറയുന്നത് തന്നെ ഇന്നൊരു കലയും ഇന്നൊരു ബിസിനസ്സുമാണ്. അത് തന്നെ വളരെ കലാപരമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യവും ആളുകളുടെ അപ്രീസിയേഷൻ വാങ്ങിക്കാൻ പറ്റുന്ന കാര്യവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരും പ്രസംഗിക്കുന്നവരും വളരെയധികമാണ്. പക്ഷെ ജീവൻ പ്രാപിക്കാൻ വരുന്നവരുടെ എണ്ണം അന്നും ഇന്നും എന്നും ചുരുക്കമാണ്. ഈ ജീവൻ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ ജീവൻ, പഴയ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊന്നും ആളുകൾക്ക് എളുപ്പമല്ലാത്തതുകൊണ്ടും ആ ക്രൂശ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഭയപ്പെടുത്തുന്നത് കൊണ്ടും പലപ്പോഴും ജീവൻ പ്രാപിക്കാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപോയതാണ്. 43-ാം വാക്യം, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്താൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഇതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എല്ലാം നിൽക്കുന്നത്. തമ്മിലുള്ള ബഹുമാനം. നമ്മൾ പുൾപിറ്റിൽ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത്. പുൾപിറ്റിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതായത്
ഇപ്പൊ പുൾപിറ്റിൽ എന്നെ വിളിച്ച് നല്ലതായിട്ട് എന്നെ പുകഴ്ത്തി പറയുന്ന ഒരു ഉപദേശം അവിടെ ഇരിക്കുമ്പം ഞാൻ അദ്ദേഹത്തെ തിരിച്ച് ബഹുമാനിക്കാൻ കടപ്പെട്ടവനാണ്. കഴിഞ്ഞ ദിവസം ഒരാള് എന്നോട് പറഞ്ഞു, ചർച്ചിൽ ഒന്ന് അഭിസംബോധന ചെയ്തിട്ടൊന്ന് ഒരു വാക്ക് ഞങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് പറയാനൊന്നും ഇല്ല, എനിക്കറിയത്തുമില്ല. പക്ഷെ ഈ പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം എന്താ പറയുന്നത്, ഒന്ന് എന്താ പറയുന്നത്, ഈ മനുഷ്യൻ ഭയങ്കര മനുഷ്യനാണെന്ന് അവർ നമ്മളോടും, എന്നെ വിളിച്ച ഇയാൾ ഭയങ്കര ആളാണെന്ന് ഞാനും തിരിച്ചും പറഞ്ഞ് ആ ഒരു ബഹുമാനം നിലനിർത്തി പോകേണ്ടി വരും പ്രസംഗം തീരുന്നവരെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂം ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്തുമുള്ള ശുശ്രൂഷകളാണ് നടക്കുന്നത്. നമ്മൾ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറയുന്നതിനേക്കാളും നമുക്ക് ആഗ്രഹം അവരെ മുറിവേൽപ്പിക്കാതെ നാളെയും ഈ ശുശ്രൂഷ നിലനിൽക്കാൻ വേണ്ടിയും നാളെ എന്നെ വിളിക്കാൻ വേണ്ടിയുമുള്ള രീതിയിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരമുള്ള ബഹുമാനം നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരാള് കർശനമായി ഒരു വാക്ക് പറയേണ്ടതുണ്ടെങ്കിൽ അവന്റെ ബഹുമാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അത് പറയാതിരിക്കാൻ കഴിയില്ല. സ്നേഹത്തിൽ അത് പറയുകയും വേണമെന്നുള്ള വേറൊരു കാര്യം. പക്ഷെ എപ്പോഴും ഒരു മനുഷ്യന്റെ ബഹുമാനം നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയില്ല. മനുഷ്യനെ ഭയപ്പെട്ടാൽ ദൈവത്തെ ഭയപ്പെടാനും കഴിയില്ല. ഇഫ് യു ഫിയർ, വൈ ഡു യു ഫിയർ men? Because you don't fear God. എന്തുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നത്? ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറയുന്ന അന്നത്തെ ആളുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും, നമുക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വരെ അത് കാണാൻ കഴിയും. ആ ക്രൂശിൽ വരെ നമ്മൾ കാണുന്നത് ഹെരോദാവും പിലാത്തോസും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് ആകുന്നതാണ് നടക്കാം. ഇവിടെ എല്ലാം കാണുന്നത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാക്കുകയും വന്ദനം ഡിമാൻഡ് ചെയ്യും, അത് വാങ്ങിക്കുകയും, എന്നാൽ അതേ സമയത്ത് ദൈവത്തെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇഫ് യു ആർ സീക്കിംഗ് ദ ഗ്ലോറി ഓഫ് മെൻ, യു കനോട്ട് പ്ലീസ് ഗോഡ് എവർ. നമ്മൾ എപ്പോഴെങ്കിലും മനുഷ്യരുടെ ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നാമം അന്വേഷിക്കാനോ അവന്റെ അടുത്ത് വരാനോ നമുക്ക് കഴിയില്ല. വി ഗീവ് റെസ്പെക്ട് മ്യൂച്വലി. പക്ഷെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അത് ലഭിക്കുവാൻ, ആ കൃപ ലഭിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാവുക എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ്. മനുഷ്യരെന്ത് പറയും? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, മനുഷ്യരെന്ത് പറയും നോക്കണ്ടേ? വേണ്ട, എന്തിനാ നോക്കുന്നത്? ഇഫ് യു ആർ ഓൾ റൈറ്റ് ബിഫോർ ദ ലോർഡ്, ദൈവം എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പുൽപ്പിറ്റിന് പുറകിലോ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് മാത്രമേ പ്രസ്താവിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ പോവുകയില്ല. അവിടെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പോവുകയില്ല. യു വിൽ ഹാവ് ഓൺലി ദാറ്റ് ഗ്രേറ്റ് ഫ്രണ്ട്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ആ ഫ്രണ്ട് മതി നമുക്ക് എന്ന് നമുക്ക് തോന്നും. ഇതിനർത്ഥം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലെന്നല്ല, ബട്ട് നോട്ട് വിത്ത് എ കോംപ്രമൈസ്. അപ്പം ആളുകളുടെ ബഹുമാനം വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, ആരെങ്കിലും സ്വീകരിക്കുമോ ചോദിച്ചോട്ടെ? ആരെങ്കിലും ഇത് കേൾക്കുമോ? ആരെങ്കിലും വിളിക്കുമോ? ഞാൻ പറഞ്ഞു, ആരും വിളിക്കണമെന്നില്ല, ആരും ഉയർത്തിക്കൊണ്ട് പോകണമെന്നൊന്നുമില്ല. നാളെ എന്നെ ദുഷിച്ച് പറഞ്ഞാലും എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം വി ഷാൽ നോട്ട് സീക്ക് ദ ഗ്ലോറി ഓഫ് മെൻ. മനുഷ്യരുടെ ഗ്ലോറി നമ്മൾ അന്വേഷിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കും? ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഇഫ് യു ആർ നോട്ട് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് വൺ ഗോഡ്. ഈ വൺ ഗോഡ് അവിടെ എംഫസൈസ് ചെയ്യുന്ന ആലോചിച്ച് എത്ര മനോഹരമായിട്ടാണ്. അതിനു മുമ്പ് എല്ലാം പിതാവിനെയും പുത്രനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് അവസാനം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് വൺ ഗോഡ്. ഇതെല്ലാം കൂടെ എങ്ങനെയാ വായിക്കുന്നത്? പിതാവിന് ലഭിക്കേണ്ട അതേ ബഹുമാനം പുത്രന്. പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുത്രനും ചെയ്യും. പിതാവ് സ്വതവേ ജീവനുള്ളവനായിരിക്കുന്ന പോലെ പുത്രനും ജീവനുള്ളവനാണ്. ഒരു ദൈവം. ഇതാണ് തൃത്വത്തിന്റെ മനോഹരമായ ഉപദേശം. ഒരു ദൈവം, ഏക ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ബഹുമാനം. അത് ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നത് തന്നെയാണ് പിതാവിനെ ബഹുമാനിക്കുന്നത്. അപ്പൊ മനുഷ്യരുടെ ബഹുമാനം, മനുഷ്യരുടെ വന്ദനം. നമ്മുടെ രാജ്യത്തുള്ള വിവിധങ്ങളായ ഏജൻസികൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, അവരുടെ എല്ലാം ബഹുമാനം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെസ്പെക്ട്, റെക്കഗ്നീഷൻ. ആളുകൾ നമ്മളെ റബ്ബി, ടീച്ചർ എന്ന് വിളിക്കുന്നു, റവറന്റ് എന്ന് വിളിക്കുന്നു, അങ്ങോട്ട് തിരിച്ച് ബഹുമാനിക്കുന്നു. അതിനർത്ഥം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കേണ്ടെന്നുള്ളതല്ല, ബട്ട് നോട്ട് ബൈ എ കോംപ്രമൈസ്. ഓക്കെ, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്. ഇതെങ്ങനെ വാങ്ങുന്നത്?
തമ്മിൽ എങ്ങനെയാണ് ബഹുമാനം വാങ്ങുന്നത്? ഇംഗ്ലീഷിൽ വാങ്ങുക എന്നുള്ള റിസീവ് എന്നാണ്. അപ്പം വാങ്ങുക ഒരു ക്രയവിക്രയമാണ്. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുത്ത് ഇങ്ങോട്ട് ബഹുമാനം വാങ്ങുക. കേട്ടിട്ടില്ലേ? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ബഹുമാനം കൊടുക്കുക, ബഹുമാനം വാങ്ങുക. നല്ല കാര്യമാണ്. ദാറ്റ്സ് എ ഗുഡ് വേൾഡ്ലി പ്രിൻസിപ്പിൾ. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. അപ്പൊ അതിന് ഞാൻ എന്താ ഒരു ഉദാഹരണം പറയാം. ഓക്കെ, നമുക്കിങ്ങനെ ചിന്തിക്കാം. ബൈബിളിൽ ഒരു കൽപ്പന, വേദപുസ്തകത്തിൽ ഒരു പ്രമാണം ഞാൻ അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുസരിക്കണം എന്ന് പറയുമ്പോൾ, മനുഷ്യർക്ക് ഒരു പക്ഷെ എന്നോട് അകൽച്ച ഉണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് അകൽച്ച ഉണ്ടാകാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ബഹുമാനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ സ്നേഹം വാങ്ങിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ അതിനകത്ത് വെള്ളം ചേർത്തേക്കാം. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മാനം അന്വേഷിക്കാൻ നമുക്ക് പറ്റാതെ വരും. നമുക്ക് കർത്താവിന്റെ ശബ്ദമായി മാറാൻ പറ്റാതെ വരും. ഓക്കെ, ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം ഞാൻ പറയാണ്. രക്ഷാകരമായ വിശ്വാസം എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു എക്കണമി ഉണ്ട്. ദാറ്റ്സ് ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റ് ഇൻ അവർ ഫാദർ. ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ട്രസ്റ്റാണ്. അപ്പൊ ഏകദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ ആ വിശ്വാസം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ കർത്താവ് പറയുന്നതാണ് ശരി, ബാക്കി ലോകത്തിന്റെ തത്വങ്ങളെല്ലാം തെറ്റാണ്. അവിടെ ഒന്നും ആലോചിക്കാനില്ല. അങ്ങനെ ഞാൻ വിചാരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ലൈഫ് എനിക്ക് ഉണ്ടാകണമെങ്കിൽ, എനിക്ക് മനുഷ്യരുടെ ബഹുമാനം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാകാൻ പാടില്ല. വേറൊരാളെന്നെ ബഹുമാനിക്കണമെന്നോ എന്നെ സ്നേഹിക്കണമെന്നോ എന്നെ അംഗീകരിക്കണമെന്നോ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റണം. ദാറ്റ്സ് അനദർ തിങ്. ദേർ ഐ ആം സ്റ്റാൻഡിങ് ഫോർ ദ ലോർഡ്. കർത്താവിന് പകരക്കാരനായിട്ടാണ് ഞാൻ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത്. ഐ സ്റ്റാൻഡ് ദേർ ആസ് ക്രൈസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷെ അവരെന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം നിർബന്ധമൊന്നും, ബഹുമാനിക്കണം എന്നില്ല, ഞാൻ പറയുന്ന മനസ്സിലാക്കണമെന്നില്ല. ഐ എം നോട്ട് സീക്കിങ് ഇറ്റ്. അതാണ്, ഞാനത് അന്വേഷിക്കുന്നില്ല. ഐ എം നോട്ട് സീക്കിങ് ദാറ്റ് റെക്കഗ്നിഷൻ. കർത്താവ് അങ്ങനെയായിരുന്നു. പിതാവ് എന്ത് പറഞ്ഞോ പറയോ, എല്ലാവരും സ്നേഹിക്കുക, ജീവൻ കൊടുക്കുക. പക്ഷെ എന്റെ പൊസിഷൻ എന്താണെന്ന് അവർ മനസ്സിലാക്കണമെന്ന് പിടിവാശി എടുക്കുന്നില്ല. എന്നെ ബഹുമാനിക്കണമെന്ന് പിടിവാശി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ബഹുമാനം ഞാൻ അന്വേഷിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് യുവർ റെസ്പെക്ട്. ഐ എം നോട്ട് സീക്കിങ് യുവർ റെസ്പെക്ട്. ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഐ എം നോട്ട് സീക്കിങ് യുവർ റെസ്പെക്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ബഹുമാനം ചോദിച്ചു വന്നതല്ല. മനുഷ്യരുടെ ബഹുമാനം എനിക്ക് വേണ്ട. തന്നെയല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നതിൽ ഭയങ്കര മിടുക്കരായിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് കുറച്ചുകൂടെ എൻജോയബിൾ. ഓക്കെ, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ നിങ്ങളിൽ നിന്ന് ബഹുമാനം ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നു, യു ലൂസ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ക്രിസ്തുവിലുള്ള ട്രസ്റ്റ്, ദൈവത്തിലുള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലാതായി പോകും എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും വി ആർ സോഫ്റ്റ്, വി ആർ ലവിങ്, വി അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. നമ്മൾ അവരുടെ എമ്പതൈസ് ചെയ്യുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അവരുടെ തിരിച്ചുള്ള ബഹുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ സത്യം പറഞ്ഞിട്ട് മരിക്കുന്നതും ഛേദം വരുന്നതുമാണ് നല്ലത്. ഓക്കെ, പക്ഷെ അങ്ങോട്ട്, അപ്പൊ ചില ആൾക്കാർ സത്യം പറയുന്നവർക്ക് ഭയങ്കര ഒരു വൈരാഗ്യ ബുദ്ധി ആയിരിക്കും. ഞാനാണ് നീതിമാൻ, എന്നെ പോലെ നിങ്ങളും ചിന്തിക്കണം, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ എന്താണ് ബഹുമാനിക്കാത്തത്? ഇതൊക്കെ ജഡമാണ്. കർത്താവ് പറയാണ്, ഐ ഡോണ്ട് സീക്ക് സച്ച് ഗ്ലോറി ഓർ ഓണർ. എന്റെ ഭാഗം പിതാവ് എന്നെ അയച്ചു, പിതാവ് എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ, പിതാവിന്റെ ഏക ദൈവത്തിന്റെ അടുത്ത് വരാൻ പറ്റില്ല. ഏക ദൈവത്തിന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ അടുത്ത് വരിക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. There's only one God but three persons. One God, three persons. അത് ഈ അധ്യായത്തിൽ വളരെ വ്യക്തമാണ്. നമ്മൾ വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ആ വേദപുസ്തകത്തിന്റെ എല്ലാ വാക്യങ്ങളും അടുക്കി വെക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ത്രിയേക ദൈവം എന്ന ആശയം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ഒരു ഭാഗം വാക്യങ്ങൾ നമ്മൾ എടുത്തു കളയേണ്ടി വരും.
സോ എവ്രിവെയർ ദ ട്രിനിറ്റി ഓഫ് ദ ലോർഡ് ഈസ് എംഫസൈസ്ഡ്. ആ പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ട്രിനിറ്റി വിശ്വസിച്ചില്ലെങ്കിലും രക്ഷിക്കപ്പെടാൻ പറ്റുമെന്നാണ്. ബട്ട് ലേറ്റർ ഓൺ ഐ അണ്ടർസ്റ്റുഡ് ട്രിനിറ്റിയിൽ, തൃത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സാൽവേഷൻ കൺഫസ് ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട്. അതാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ദ സൺ, യു ഓൾസോ ഡോണ്ട് ഹാവ് ദ ഫാദർ. ഓക്കെ, 45. ഞാൻ പിതാവിന്റെ മുന്നിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ കുറ്റം ചുമത്താൻ വരേണ്ട കാര്യം പോലും ഇല്ല. അതിന്റെ കാരണം, നിങ്ങളെ കുറ്റം ചുമത്താൻ അന്ന് മോശ എഴുന്നേറ്റ് നിൽക്കും. എന്തിനാണ് ഈ മോശ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഈ മോശ എന്തിനാ കുറ്റം? കാരണം മോശയുടെ കാര്യം പറയും. മോശ കൊടുത്ത നിയമത്തെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് എന്താണ്? അത് ഒരു ശിശുപാലകനെ പോലെയാണെന്നാണ്. ശിശുപാലകൻ എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ അടുത്തേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ നിയമം, മോശ കൊടുത്ത നിയമങ്ങളെല്ലാം നമുക്ക് പാപബോധം ഉണ്ടാക്കുകയും കർത്താവിന്റെ അടുത്തേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിയമം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, if you listen to the law properly, if you listen to Moses, you will arrive at Christ. കാരണം നിയമം നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, രക്ഷിതാവിനെ കാണുക പാപി. ഇതാണ് നിയമം നമ്മളോട് ചുരുക്കമായിട്ട് പറയുന്നത്. ലുക്ക് അറ്റ് ദ ക്രോസ്, ലുക്ക് അറ്റ് യുവർ സേവിയർ, യു ഡോണ്ട് ഹാവ് എനി അതർ വേ. ഇതാണ് നിയമം നമ്മളോട് പറയുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട് നിയമം കൊണ്ട് എന്തുകൊണ്ട് മനുഷ്യർ രക്ഷപ്പെടില്ലെന്നും അനുസരണം, റോമാലേഖനത്തിന്റെ വ്യാഖ്യാനം, അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യമാണ്. അനുസരണം കൊണ്ട്, നിയമത്തിന്റെ അനുസരണം കൊണ്ട് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ലെന്നും ആ നിയമം എങ്ങനെയാണ് കട്ടിയായി നമ്മളെ കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം അറിയാം, മോശയെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മോശ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിയുമായിരുന്നു, രക്ഷിതാവിനെ കാണാതെ രക്ഷയില്ല. വി ഓൾ നീഡ് ടു സീക്ക് ദ ലോർഡ് അവർ സേവിയർ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുവിൻ എന്ന ഒരൊറ്റ മെസ്സേജാണ് ന്യായപ്രമാണത്തിലുള്ളത്. അതുകൊണ്ട് മോശയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം മോശ പറയുന്ന മുഴുവൻ രക്ഷപ്പെടാനുള്ള നിവൃത്തികേടാണ്, മനുഷ്യന്റെ ആ ഒരു നിവൃത്തികേടാണ് മോശ പറയുന്നത്. ഇമ്പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ ഇനിഷ്യേറ്റഡ് സാൽവേഷൻ. ഒരിക്കലും രക്ഷ മനുഷ്യന്റെ ഇനിഷ്യേറ്റീവ് വരാത്ത ഒരു രക്ഷയെ കുറിച്ചാണ് മോശ പറയുന്നത്. കാരണം ആ കൽപ്പനകൾ അനുസരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനും ലോകത്തൊരിടത്തും ഇല്ല. നോ വെയർ എവർ. ഓക്കെ, അപ്പൊ കർത്താവ് പറയാണ്, മോശ എഴുന്നേറ്റ് നിങ്ങളോട് പറയും, ഞാൻ പറഞ്ഞതല്ലേ ഇതാണ് കൽപ്പന എന്ന്. ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പാപബോധം ഉണ്ടായില്ല? രക്ഷകനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് മോശ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിന്ന് കുറ്റം വിധിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം മോശയുടെ ന്യായപ്രമാണം എസെൻഷ്യലി ലീഡ്സ് us to Christ and to salvation. രക്ഷയിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? അപ്പൊ മോശയെ അവർ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അല്ലെ? നമ്മുടെ ഏതെങ്കിലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോട്, പാരമ്പര്യ സഭയിലെ ആൾക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ബൈബിള് വിശ്വസിക്കുന്നില്ലേ? രണ്ടുത്തരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിയുള്ള വിശ്വാസികളാണ്, മാനുഷിക ബുദ്ധി. അവർ പറയും, ഈ ബൈബിളൊക്കെ എഴുതിയത് ആരാണ്? ആർക്കറിയാം? എന്റെ സഹോദരനോട് ചോദിക്കുന്ന ചോദ്യമാണ്, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഇതൊക്കെ ആരെഴുതി വെച്ചാൽ എങ്ങനെ അറിയാം? അതാണ്. പക്ഷെ അവർക്ക് കുർബാന ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പം ഭക്ഷിക്കുന്നുണ്ട് കുഴപ്പമില്ല, അങ്ങനെയുള്ള ആചാരങ്ങളിലൊന്നും കുഴപ്പമില്ല, അതിലൊക്കെ വിശ്വാസമാണ്. പക്ഷെ ഈ ബൈബിളിൽ അവർക്ക് വലിയ വിശ്വാസം. അപ്പൊ അതാണ് ഒരു ലൈൻ. ഇനി വേറെ ചില ആൾക്കാർ പറയും, ഞങ്ങൾ പറയുന്നതാണ് ബൈബിളിലുള്ളത്, ബൈബിളിൽ പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പക്ഷെ അവർക്ക് അകത്തുള്ള ക്രിസ്തുവിനെ മനസ്സിലാവില്ല, അത് മനസ്സിലാവില്ല. യേശുക്രിസ്തു ആരാന്ന് മനസ്സിലാവില്ല, ആ ജീവനിലേക്ക് നടക്കാൻ പറ്റത്തില്ല.
അതാണ് പറയുന്നത്, മോശയുടെ പ്രമാണം നമ്മൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വായിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ അടുത്ത് എത്തുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? എഴുത്തുകളെ വിശ്വസിക്കുന്നില്ല. തിരുവെഴുത്തുകളെ വിശ്വസിക്കാത്ത ജനം കഠിന ഹൃദയമുള്ള ജനമാണ്. തിരുവെഴുത്തുകളെ വിശ്വസിക്കാത്ത ജനം കഠിന ഹൃദയമുള്ള ജനമാണ്. കാരണം കർത്താവിനെ കുറിച്ചുള്ള എല്ലാ പ്രൊഡിക്ഷൻസും ആ തിരുവചനങ്ങളിലാണ് ഉള്ളത്. അപ്പം ഇവർ ഏറ്റവും ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്ന അതേ വചനങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തെയോ അത് എഴുതിയ മോശയെയോ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കാത്തതിന് കാരണം പിതാവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ അപ്പൻ പിശാചായതുകൊണ്ടാണ്. അത് ഈ വാക്യങ്ങളിലല്ല പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്ന ആ ഒരു പോയിന്റ്, ക്രിസ്തുവിന്റെ അടുത്തേക്ക് നിങ്ങൾ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ വചനം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിലായല്ലോ ഒരു പക്ഷേ ഈ നമ്മുടെ ചുറ്റുമുള്ള സഭകളിൽ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ അടുത്ത് എത്താതെ പോകാൻ കാരണം വചനം മനസ്സിലാകുന്നില്ല. അവർ ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങും അവരെ എത്തിക്കുന്നില്ല. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പക്ഷെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഏറ്റവും ആഴമായിട്ട് പഠിക്കേണ്ട അധ്യായങ്ങളിൽ ഒന്നാണ് ഈ 6-ാം അധ്യായം. കാരണം ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ വളരെ വലിയൊരു അധ്യായമാണ്. നമുക്ക് ഒരാഴ്ച വേണമായിരിക്കാം ഇത് ഒരു പക്ഷെ അവസാനിപ്പിക്കണമെങ്കിൽ, അറിയില്ല, വായിച്ചു വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഓക്കെ, മൊത്തം 71 വാക്യങ്ങളുള്ള ഒരു വലിയ അധ്യായമാണ് നമ്മുടെ മുമ്പിലുള്ളത് 6-ാം അധ്യായം. ഈ 6-ാം അധ്യായം ക്രിസ്തുവിന്റെ ജീവനെ സംബന്ധിക്കുന്ന ഉപദേശം വളരെ പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. പ്രധാന തീം അതാണ്, ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുക. ഗെറ്റ് ഹിസ് ലൈഫ്, ബി ക്വിക്കൻഡ് ബൈ ദ ലൈഫ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ജീവനാൽ ജീവൻ പ്രാപിക്കുക. ജീവൻ നൽകുന്ന അപ്പം, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഓക്കെ, 6-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് അവിടെ നമ്മൾ ആദ്യം വായിക്കുന്നത്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അപ്പൊ തിബരിയാസ് കടലും ഗലീല കടലും ഒന്ന് തന്നെയാണ്. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. മാർക്ക് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. എന്തിനാ അവന്റെ പിറകെ ചെന്നത്? നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളൊന്നും നോക്കിക്കേ. അനേക സഭകളുണ്ട്, രോഗശാന്തി നടക്കുന്നുണ്ട്. ഈ സൗഖ്യമാകുന്നത് കാണുമ്പോൾ, ഇന്ന് കാണുന്നില്ല, കേൾക്കുന്നേ ഉള്ളൂ. സൗഖ്യമായി എന്ന് കേൾക്കുമ്പോൾ വലിയൊരു പുരുഷാരം പിന്നാലെ ചെയ്തു. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം അവന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പം മീറ്റിംഗ് നടത്തിയാൽ എന്തുകൂടെ വേണം? ഈറ്റിംഗും കൂടെ വേണം. അപ്പൊ ഈറ്റിങ്ങിനുള്ള ഫുഡ് എവിടെ നിന്ന് വരും എന്ന് കർത്താവ് ഇവരോട് ചോദിച്ചു. ഇത് ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചു. അപ്പൊ എന്തിനു വന്ന ആൾക്കാർ ഇവരെല്ലാവരും വന്നത് രോഗികളുടെ മേൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വരുന്നത്. 5000 പുരുഷന്മാരും അത്രയും സ്ത്രീകളോട് കൂടാൻ കാരണം, ഇന്നും ജനത്തിനൊരു മാറ്റവും ഇല്ല. ക്രൂസൈഡ് നടക്കുന്നു, രോഗശാന്തി നടക്കുന്നു പറഞ്ഞാൽ അന്ന് റിയലി നടക്കുന്നുണ്ടായിരുന്നു, ആളുകൾ കൂടി നമുക്ക് അത്ര അത്ഭുതമില്ല. ഇന്ന് നടക്കുന്നു എന്നുള്ളൊരു പേര് മാത്രം മതി ആ ലോകത്തുള്ള സകല മനുഷ്യരോട്. ഓക്കെ, ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാവുകയില്ല എന്നുത്തരം പറഞ്ഞു. അപ്പൊ അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 200 രൂപ ഉണ്ടെന്ന് വെച്ചോ. 200 രൂപ കൊണ്ട് എങ്ങനെയാണ് 5000 പേർക്ക് ഫുഡ് കൊടുക്കുന്നത്? ഇത് മതിയാവില്ല. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത് എത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കും കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമില്ല. ഈ ഏതാ വലിയ അത്ഭുതം? രോഗികളെ സൗഖ്യമാക്കുന്നതാണോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്നതാണോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഏതാ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്? ഇപ്പോ രോഗികളെ സൗഖ്യമാക്കുന്ന പറയുമ്പോൾ കുറെയൊക്കെ സബ്ജക്റ്റീവായിട്ട് ആൾക്കാർ കുറെ കഴിയുമ്പോൾ ചിന്തിക്കും. അതായത് എനിക്ക് രാവിലെ തലവേദന എടുക്കാന്ന് വിചാരിച്ചു. തലവേദന എടുക്കാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ തലവേദന മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു, തലവേദന മാറി. അപ്പൊ കുറെ കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുക, കർത്താവ് മാറ്റിയതാണോ അതോ വെള്ളം കുടിച്ചപ്പോൾ മാറിയതാണോ? അറിയത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും
നമ്മൾ വിചാരിക്കാം തലവേദന വന്നു പോയി, കർത്താവ് പ്രാർത്ഥിച്ച രോഗം മാറ്റും, വെള്ളം കുടിച്ചാൽ രോഗം മാറും കേട്ടോ എന്നായിരിക്കും നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കുന്നത്. തലവേദന വന്നാൽ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ, നല്ലൊരു വെള്ളം കുടിച്ചാൽ തലവേദന മാറും. അപ്പൊ രോഗശാന്തിക്ക് ഒരു പരിധി വരെ വലിയൊരു പങ്ക് നമ്മൾ അനുഭവിക്കുന്ന രോഗശാന്തികൾക്ക് ഒരു 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 എന്താ പറയുന്നത്, ഒരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട്. കുറെ കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോകും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എക്സ്പ്ലനേഷൻ, വേറൊരു എക്സ്പ്ലനേഷൻ നമുക്ക് വരും. എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മിറക്കിൾ, ഇപ്പം കാലില്ലാത്തവരുടെ കാലുണ്ടായി വരുന്നു, അന്ധനായ ഒരുത്തൻ കാണുന്നു, ഇങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടായി വരുന്ന ഒരു അത്ഭുതം, അത് കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ചെയ്യും. ശിഷ്യന്മാരുടെ ഒരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവര് ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗികള്, ഇപ്പൊ പനി നമ്മൾ അങ്ങനെയാണല്ലോ, പനി തലവേദനയൊക്കെ വരുമ്പോൾ കർത്താവെ മാറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. വലിയ വലിയ രോഗം വന്നു കഴിയുമ്പം കർത്താവിന്റെ ഹിതം അതാണ് എന്നങ്ങ് പറയും. കാരണം ചെറിയ രോഗങ്ങൾ മാറ്റാനേ കർത്താവിന് പറ്റുള്ളൂ എന്നൊരു ഇംപ്രഷൻ പലരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ അതുപോലെ ഇവരൊരു പക്ഷെ വിചാരിച്ചു കാണുമായിരിക്കും കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റുന്നവർ ചിന്തിക്കുന്ന പോലുമില്ല. അവർ പറയുന്നത് 200 രൂപയും കൊണ്ട് എന്ത് അപ്പം ഉണ്ടാക്കാൻ, ആർക്ക് കൊടുക്കാനാണ്? കർത്താവ് പറഞ്ഞു ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഈ അപ്പം എടുത്ത് വാഴ്ത്തി എന്നുള്ള വാക്ക്, അപ്പൊ ഇത് കർത്തൃമേശയാണോ? അല്ല. പിന്നെ വാഴ്ത്തിയത് എന്തിനാ? ഈ പെന്തക്കോസ്ത് ചർച്ചകളില് പലപ്പോഴും ഈ കർത്തൃമേശ എടുക്കുമ്പോൾ അപ്പം വാഴ്ത്തുന്ന എങ്ങനെയുണ്ട്? നിങ്ങൾ ചെയ്യാറുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം വാഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം എടുത്ത് വാഴ്ത്തി എന്ന് പറയാം. അത് ഈ കാത്തലിക് പൗരോഹിത്യത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അവരപ്പം എടുത്തുന്ന അച്ഛൻ അപ്പം എടുത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി, നുറുക്കി എന്ന് പറയുമ്പം അച്ഛൻ ഇങ്ങനെ അത് നുറുക്കും. അത് ഒരേ സമയത്ത് പറയുകയും ചെയ്യും, ചെയ്യുകയും ചെയ്യും. അതിങ്ങനെ നുറുങ്ങുമ്പം എന്തോ ആ അപ്പത്തിന് സംഭവിച്ചു. അച്ഛൻ അങ്ങനെ എടുത്ത് നുറുക്കിയപ്പോ അപ്പത്തിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചു, അതൊരു വിശുദ്ധ അപ്പമായി എന്ന് അവരങ്ങ് അനുമാനിക്കുന്നു. നുറുക്കുമ്പോഴല്ല, അതിനവർക്ക് പ്രത്യേക സൂത്രങ്ങളുണ്ട്. ഈ നമ്മുടെ പാസ്റ്റേഴ്സിനും വിശ്വാസികൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു പാസ്റ്റർ എടുത്തത് ഉയർത്തി മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ വൈബ്രേഷനോട് പറയുമ്പം എന്തോ അപ്പത്തിന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് മറ്റപ്പങ്ങളെക്കാളും എന്നൊരു ചിന്ത ഈ വാഴ്ത്തൽ എന്ന വാക്കുമായിട്ട് ബന്ധിപ്പിച്ച് പലരും ചിന്തിച്ചെടുക്കാറുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വാഴ്ത്തുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കോമൺ ഹാബിറ്റ്. ഏത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരത്തെ അല്ല വാഴ്ത്തുന്നത്, ദൈവത്തെയാണ് വാഴ്ത്തുന്നത്. കർത്താവ് ദൈവത്തെ വാഴ്ത്തിയിട്ടാണ്, കർത്താവെ നന്ദി, സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം എടുത്ത് കൊടുക്കുന്നത്. വാഴ്ത്തി മുറുക്കി ദൈവത്തെ ബ്ലെസ്ഡ്. അത് ഈ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയോ? ജീസസ് then took the loaves and then he had given thanks. അതിനെ വാഴ്ത്തുക എന്ന് പറഞ്ഞു. പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ കൊടുത്തു. He did not make that bread special, nothing. He just thanked the Lord. ഞാൻ വിചാരിക്കും എന്തായിരിക്കും കർത്താവ് എങ്ങനെയായിരിക്കും നന്ദി പറഞ്ഞത്? കർത്താവ് എങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും? കർത്താവ് ഈ അപ്പം 5000 പേർക്കായിട്ട് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. കർത്താവ് ഈ 2 മീൻ 5000 പുരുഷന്മാർക്കും ബാക്കി സഹോദരിമാർക്കും എല്ലാം കൂടെ നീ തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കാണും. അത് 5000 പേർക്കും തികഞ്ഞു. അത് വാഴ്ത്തി മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ല, സ്തോത്രം ചെയ്ത് താങ്ക്സ് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ദൈവത്തിന്. അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്ന ആ പ്രോസസ്സാണ് എല്ലായിടത്തും ഈ വാഴ്ത്തുക എന്നുള്ള ഉദ്ദേശം. When you give thanks, അപ്പൊ കർത്തൃമേശയുടെ പ്രത്യേകത എന്താ? കർത്തൃമേശയുടെ താങ്ക്സ് ഗിവിങ്ങിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കർത്തൃമേശയുടെ താങ്ക്സ് ഗിവിങ് അപ്പം തന്നതിനുള്ള താങ്ക്സ് ഗിവിങ് അല്ല. കർത്താവിന്റെ ശരീരം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നുറുക്കി നമുക്ക് ജീവരക്ഷ, ആത്മരക്ഷ, ജീവരക്ഷ, നമുക്ക് നിത്യരക്ഷ, അതല്ല എന്താ നിത്യരക്ഷ തന്നതിനും കൂടെയുള്ള നന്ദിയാണ് താങ്ക്സ് ഗിവിങ്. സ്തോത്രം ചെയ്യുന്നത് അത് ഓർത്തുകൊണ്ടാണ്. We bless the Lord. In other words, we offer thanks. Lord, thank you for dying in my place. എന്റെ സ്ഥാനത്ത് നീ എന്റെ വേദനകൾ ചുമന്നുകൊണ്ട് മരിച്ചതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അതല്ലാതെ എടുത്തു വാഴ്ത്തുമ്പോഴും നുറുക്കുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. We acknowledge his death
അവന്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുന്നു, ഓർക്കുന്നു, നുറുക്കുന്നു, നൽകുന്നു. ആ അപ്പം നുറുക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കൺഫെഷനാണ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കൺഫെഷൻ. ആ കൺഫെഷൻ ചെയ്യാൻ പറ്റാത്തവർ കർത്തൃമേശ എടുക്കാൻ പറ്റില്ല. ജീസസ് ഡൈഡ് ഫോർ മീ, മൈ സിൻസ് ആർ ഫോർഗിവൺ. അവന്റെ യാഗം എനിക്ക് സ്വർഗത്തിലേക്ക് എന്നേക്കുമായുള്ള പ്രവേശനം തന്നു. ആൻഡ് മൈ സാൽവേഷൻ ഈസ് നൗ സെക്യൂർ. അങ്ങനെ ഉള്ളിൽ ബോധ്യമുള്ളവരാണ് ഈ അപ്പത്തെ ഓർക്കുന്നത്. കർത്താവേ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട നിന്റെ ശരീരം. അതാ മെമ്മറി. ആൻഡ് ദാറ്റ് മെമ്മറി ഈസ് ദ സെലിബ്രേഷൻ. നമ്മൾ ആ ഓർമ്മയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ കർത്തൃമേശയുടെ വ്യത്യാസം സ്പീക്സ് അബൌട്ട് ദ ലോർഡ്സ് ബോഡി ആൻഡ് ഓൾസോ ഹിസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അതാണ് കർത്തൃമേശയുടെ പ്രത്യേകത. നന്ദി പറയുന്ന എലമെന്റ്സ് വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ആഹാരത്തിന് നന്ദി പറയുമ്പോൾ അങ്ങനെയല്ല. സാധാരണ ആഹാരത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, ജീവനുള്ള അപ്പത്തെ നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ കഴിച്ച് മറപ്പുരയിൽ പോകുന്ന അപ്പത്തെക്കുറിച്ച്, വയറിന് തൃപ്തി വരുത്തുന്ന അപ്പത്തെക്കുറിച്ച് മാത്രമേ അവിടെ താങ്ക്സ് ഗിവിംഗ് ഉള്ളൂ. എന്നാൽ കർത്താവിന്റെ അത്താഴത്തിന്റെ ഓർമ്മ നമ്മൾ ചെയ്യുമ്പോൾ ആ സ്തോത്രം ചെയ്യുന്നത് അവന്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ടാണ്. We declare his death and thank him and worship him and glorify his name. Okay. അപ്പോൾ 6-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു അത്ഭുതമാണ്. ഈ ഒരു അത്ഭുതത്തിന് ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും സിഗ്നിഫിക്കന്റ് ആണ്. എന്തർത്ഥത്തിൽ സിഗ്നിഫിക്കന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതൊന്നും കുറെ അത്ഭുതങ്ങൾ കാണിച്ചു കർത്താവ് എന്ന് പറയാൻ വേണ്ടി എഴുതിയേക്കുന്നതല്ല. അല്ലെ കർത്താവിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നു ഓർമ്മ വന്നോ, ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് എല്ലാം നറേറ്റ് ചെയ്ത് അങ്ങനെ എഴുതിയതല്ല. ഇത് വായിച്ചിട്ട് ജീവൻ പ്രാപിക്കാൻ എന്തെല്ലാം വേണം എന്ന് ചിന്തിച്ച് എഴുതിയതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 12-ാം വാക്യത്തിൽ അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു 12 കൂട്ടം നിറച്ചെടുത്തു. ദാറ്റ് വാസ് ദ മിറക്കിൾ ഡേ. 5 അപ്പം 5000 പേര്, 12 കൊട്ട ബാക്കി. ഇതാണ് ദൈവോട് കർത്താവോട് ചെയ്തത്. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതാണ്. നമ്മുടെ പിതാവിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇല്ലാത്തതിനെ വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. അവന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ ആ ജനക്കൂട്ടം എപ്പോഴെങ്കിലും കർത്താവിനെ വിളിച്ച് അയ്യോ ഞങ്ങൾക്ക് ആഹാരം തരണേ, ആഹാരം തരണേ, ആഹാരം തരണേ, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് പറയും ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കും എന്നാ പറയുന്നത്. അപ്പോ കർത്താവിന് നമ്മെക്കുറിച്ച് കൺസേൺ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും നമ്മെ സുഭിക്ഷമായിട്ട് നടത്തുവാൻ കർത്താവിന് എപ്പോഴും കഴിയും. അവനത് ഇഷ്ടമാണ്, കാരണം അവൻ നമ്മുടെ പിതാവാണ്. അപ്പൊ പിതാവിന്റെ കെയറിങ് ആണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും. അപ്പോ കർത്താവ് എന്താ ചെയ്യുന്നത്? ഈ ലോകത്തുള്ള പ്രൊവിഷൻസ്, നമുക്ക് നിലനിൽപ്പിന് വേണ്ട ആഹാരം, ജീവിക്കാൻ വേണ്ട ആഹാരം, വസ്ത്രം, നമുക്ക് എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? കുടിക്കാനുള്ള വെള്ളം, ആ ജീവന് ആധാരമായതെല്ലാം, ശരീരത്തിന് ആധാരമായതെല്ലാം ദൈവം നമുക്ക് ദാനമായി ചോദിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ അറിയുകയും, ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകും, നമ്മുടെ ഫോക്കസ് മാറിപ്പോകും. നമ്മുടെ ആവശ്യങ്ങളെ അറിയുകയും അവൻ ആവശ്യങ്ങളെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും. അവിടെ യവത്തപ്പം 2 മീനും ഉള്ളൂ, അത് മാത്രമേ എല്ലാവർക്കും കിട്ടിയുള്ളൂ. ദൈവം എന്ത് തരുന്നു, അത് മന്ന ആയാലും യവത്തപ്പം ആയാലും കഞ്ഞി ആയാലും നമുക്ക് സ്തോത്രം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ദൈവമാണ് തരുന്നത്. ഗോഡ് ഗീവ്സ് ഇറ്റ്. ചിലപ്പം അമ്മയായിരിക്കും തന്നത്, ഭാര്യ ആയിരിക്കും തന്നത്, പക്ഷെ തന്നത് ദൈവം തന്നെയാണ്. ഗോഡ് ഗീവ്സ് ടു ഓൾ ഹിസ് ചിൽഡ്രൻ. എല്ലാ മക്കൾക്കും നല്ല ദാനങ്ങളെ ആവശ്യത്തിനടുത്ത് അനുസരിച്ച് കൊടുക്കുന്നു. ഇത് നമുക്ക് വലിയൊരു അഷുറൻസ് ആണ്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് വിഷമിക്കേണ്ട. ദൈവത്തിന് ആ 5 അപ്പത്തെ, നമ്മുടെ കയ്യിലുള്ള നിസാരത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുവാൻ കഴിയും. അത് സത്യമാണ്. പക്ഷെ അതിന്റെ പുറകെ നമ്മൾ നടക്കരുത്. കാരണം ഗോഡ് നോസ് ഹൗ ടു ഡു ഇറ്റ്. വി ജസ്റ്റ് ട്രസ്റ്റ് ഹിം ആൻഡ് ലീവ് ഇറ്റ്. നമ്മൾ ഉപജീവന ചിന്തകൾക്ക് വേണ്ടി വിശ്വാസം പ്രയോഗിക്കുന്നവരായി മാറാൻ പാടില്ല. ഓക്കെ. നിങ്ങളിൽ ആരെങ്കിലും ദുഃഖത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിങ്ങളുടെ പ്രത്യാശയും ആഗ്രഹത്തെയും ആവശ്യങ്ങളെയും വെക്കുക.
ദൈവം അവന്റെ ഇഷ്ടത്താൽ നമ്മെ ഓരോ സമയത്തും നമ്മുടെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ the theology changes. When we trust the Lord to do it, when we trust the Lord to do it, this increases our faith. നമുക്കത് പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. God will look after you. ഓക്കെ, ദൈവം നമ്മെ നടത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഈ ആളുകളുടെ അഭിപ്രായം. നമ്മൾ പണ്ട് ഏതോ രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ പറഞ്ഞാണ് പൊതുജനാഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ലെന്ന്. ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ലോനപ്പൻ നമ്പാരൻ എന്ന് പറഞ്ഞ ആളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പഴയ ഒരു മന്ത്രിയായിരുന്നു ലോനപ്പൻ നമ്പാരൻ, പുള്ളി ആണോ പറഞ്ഞത് എനിക്ക് അത്ര ഓർമ്മയില്ല. അതുപോലൊരു പ്രയോഗമാണ്. പൊതുജനാഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് പറഞ്ഞതിന് അർത്ഥം ഏത് സമയത്ത് ഇതൊക്കെ മാറാം, അതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ഇന്ന് പുകഴ്ത്തി പറയുന്നവരൊന്നും നാളെ കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് ഈ വാക്യത്തിൽ മനസ്സിലാക്കാം. 14-ാം വാക്യം എന്താ പറയുന്നത് നോക്കി. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. കണ്ടോ, എന്താ വിശ്വാസം അല്ലെ? ഇന്ന് എത്ര ആൾക്കാരോ കർത്താവ് ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ കർത്താവിന് ഒത്തിരി സ്നേഹിക്കും. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? എന്തോ കാര്യം വീട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്തോ കാര്യം വീട്ടിൽ നടന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോ എന്തോ സംഭവിച്ചു. പ്രാർത്ഥിച്ചപ്പോ രോഗം മാറി കാണുമായിരിക്കും, അല്ലെങ്കിൽ ഏതോ സാമ്പത്തിക പ്രശ്നങ്ങളിൽ വിടുതലുണ്ടായി കാണുമായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു എക്സ്ക്ലമേഷൻ, ഓ എന്ത് വലിയൊരു കർത്താവ്. നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട് ആളുകളെ സംബന്ധിച്ച്. ചില നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് നല്ല ഒരു മനുഷ്യൻ. പിന്നെ മനസ്സിലാകുന്നത് ആ പ്രവൃത്തി പോലും നമ്മൾ കുറെ കഴിയുമ്പോൾ മറന്നുപോകും. ഇവിടെ നമ്മൾ കാണുന്നത് പ്രവാചകനാണെന്ന് കൺഫസ് ചെയ്ത് ഇതേ ജനം കുറച്ച് കഴിയുമ്പോൾ ഇവനെ തള്ളി പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പം നിന്ന് തൃപ്തരായ ഇതേ ജനം, ഇവർ ഈ അധ്യായം തീരുന്നവരെ പോലും കൂടെ ഇല്ല കേട്ടോ. ഈ അധ്യായം തീരുന്നവരെ പോലും കൂടെ ഇല്ല. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിന്റെ എന്തെങ്കിലും കണ്ടിട്ട് കർത്താവിന്റെ പുറകെ വന്നവരാരും ക്രൂശിനടുത്തേക്ക് എത്താൻ അവരെ കൊണ്ട് പറ്റില്ല. ദേ ഓൾ ടേൺ ബാക്ക് ആൻഡ് ഗോ അവേ. ക്രൂശിന്റെ അടുത്തേക്ക് എത്താൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ എത്ര ഭയങ്കര വിശ്വാസിയാണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയാലും, നിങ്ങൾക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയാലും, നിങ്ങളൊരു അടയാളം കണ്ട് അതിൽ ആശ്രയിച്ച് മാത്രം വന്നവരാണെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്രൂശിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിനു മുമ്പ് കർത്താവിനെ ഇട്ടിട്ടുണ്ട്. അതാണ് സത്യം, അതാണ് തെളിയുന്നത്. വി നീഡ് ടു ബി കൺഫ്രണ്ടഡ് ബൈ ദ ക്രോസ് ഓഫ് ദ ലോർഡ്. അവന്റെ മരണവുമായി നമ്മളെ ആ താരതമ്യപ്പെടുന്ന ആ ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ, അതാണ് ഈ തുടർന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ. അവന്റെ മരണവുമായി പങ്കാളിയാകുന്ന, നമ്മളൊരു ഗോതമ്പ് മണി പോലെ നിലത്ത് വീഴുന്ന, നമ്മൾ അന്വേഷിച്ച് ബലം പിടിക്കുന്ന ആ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ക്രോസ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നുപോയില്ലെങ്കിൽ, ആ കർത്താവിനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ആ ക്രൂശിൽ വെച്ച മരണത്തോട് കർത്താവിന്റെ മരണത്തോട് പങ്ക് ചേർന്നില്ലെങ്കിൽ, നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയില്ല. നമ്മൾ വളരെ കുറഞ്ഞൊരു കാലം, ഇവിടെ 6-ാം അധ്യായത്തിലെ കുറച്ചു നേരം മാത്രം അതിനകത്ത് വലിയൊരു പുരുഷാരവന്റെ പിന്നാലെ നടന്നുള്ളൂ. ഇപ്പം ഒരു 50, 60, 65, 66 ആകുമ്പോഴേക്കും 12 പേരല്ലാതെ വേറെ ആരും ഇല്ലാതായി പോകും. ഇവിടെ എല്ലാം നോക്കിക്കോ, ഈ പുരുഷാരം ഇപ്പൊ കർത്താവ് ഇവരിൽ നകനകന്ന് പോവാ. കാരണം കർത്താവിനറിയാം ഈ പുരുഷാരത്തെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. മനുഷ്യരുടെ ടെസ്റ്റിമണി കർത്താവ് വിശ്വസിക്കുന്നില്ല. 10,000 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. കാരണം അവർ കർത്താവിനെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ ഇവരെല്ലാം വെറും ആൾക്കൂട്ടങ്ങൾ മാത്രമാണ്. ഒരു സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലോട്ട് നോക്കുമ്പോൾ തോന്നുമായിരിക്കും എനിക്ക് കർത്താവിന്റെ ഭയങ്കര സ്നേഹമാണ്, ഞാൻ കർത്താവിനോട് മരിക്കും എന്നൊക്കെ തോന്നും. അതൊക്കെ തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില അനുഗ്രഹങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ്. ഗുണവാന് വേണ്ടി മരിക്കുവാൻ വല്ലവരും തയ്യാറായേക്കുമെന്ന് റോമലേഖനത്തിൽ പറയുന്നില്ലേ? അപ്പൊ ദൈവത്തെ ഒരു ഗുണവാനായി കണ്ടുകൊണ്ട് ആ ഗുണങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ പിന്നാലെ നടക്കുന്നവർക്കെല്ലാം ക്രൂശിനെ അതിജീവിക്കാൻ കഴിയില്ല, കഷ്ടതകളെ അതിജീവിക്കാൻ കഴിയില്ല. അവിടെ വിശ്വാസത്തിന്റെ വേവറിംഗ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യു ഷാൽ ടേക്ക് ദിസ് ആസ് എ വാർണിംഗ്. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 15-ാം വാക്യം, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിട്ടു. അപ്പൊ രാജാവാകാൻ പറ്റിയ ആൾ ആരാ? ജനങ്ങളുടെ ബേസിക് നീഡ്സ്, ആഹാരം, വസ്ത്രം, അതുപോലെ
രോഗം വന്ന മാറ്റാൻ ഇങ്ങനെ പറ്റുന്ന, മിറാക്കുലസ്ലി പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആള് രാജാവായിരുന്ന മതിയല്ലോ. അപ്പൊ ആർക്കും ദാരിദ്ര്യമില്ല. അന്നത്തെ കാലത്തൊക്കെ അപ്പം ഇല്ലാത്തതാ ദാരിദ്ര്യം. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഇല്ലാതെ വരുന്നതാണ് ദാരിദ്ര്യം. അപ്പൊ ദാരിദ്ര്യത്തിന്റെ നിർവചനം മാറിയിട്ടുണ്ട്, പക്ഷെ അന്നും ഇന്നും ദാരിദ്ര്യമുണ്ട്, പല തലങ്ങളിലുണ്ട്. അപ്പൊ ദാരിദ്ര്യം മാറ്റാൻ കഴിവുള്ള ഒരു രാജാവായിട്ട് കർത്താവിനെ വായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പൊ കർത്താവ് എപ്പോഴും ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് പോകുന്ന, ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു അനുഭവം കർത്താവ്, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ടു ബി എലോൺ ഫ്രം ദ ക്രൗഡ്, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പഴയൊരു പുസ്തകമുണ്ട്. പഴയൊരു പുസ്തകമല്ല, അത് ശരിക്കും അതൊരു പോയമാണ്. തോമസ് ഗ്രേ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു പോയമാണ്. ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്സ് ഇഗ്നോബിൾ സ്ട്രൈഫ്. ഒരു ഗുണമില്ലാത്ത, ഒരു കുലീനമല്ലാത്ത ഈ ആളുകളുടെ അഴലുന്ന, അതിനൊരു വാക്കുണ്ടല്ലോ, ഉഴന്നു നടക്കുന്ന ആ ഒരു ഭ്രാന്ത് പിടിച്ച കൂട്ടത്തിൽ നിന്ന് അകലെ, ഒറ്റയ്ക്ക് എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. ഓക്കെ, യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പൊ ഒരേ സമയത്ത് തന്നെ ലോൺലിനെസ് പറയാൻ പറ്റില്ല. ടു ബി എലോൺ വിത്ത് ദ ലോർഡ് ഫാദർ, ആ പ്രൈവറ്റ് സ്പേസ് കർത്താവ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഹി ഓൾവേസ് ഹാസ് സം പ്രൈവറ്റ് സ്പേസ്. ഇത്രയും തിരക്കിനിടയിലും ദ ലോർഡ് ഓൾവേസ് ഹാസ് സം പ്രൈവറ്റ് സ്പേസ്. ആ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് വി മാനുഫാക്ചർ. ചിലപ്പോൾ നമുക്ക് മലയിലേക്ക്, അത് പക്ഷെ നമ്മുടെ കൺട്രോളിലായിരിക്കണം എന്നില്ല, ചിലപ്പോൾ മലയിലേക്ക് പോകാൻ പറ്റുമായിരിക്കാം. എന്നാൽ അതല്ലെങ്കിലും ദർസ് അനദർ റെസ്റ്റ് ദാറ്റ് വി ക്യാൻ ഹാവ്. ഞാൻ ഈ ഫെബ്രുവരി മുതൽ അണ്ടർ ലോക്ക്ഡൗൺ ആണ്. അല്ല, മാർച്ച് 10 ലോക്ക്ഡൗൺ, വീടിനകത്ത്. അതിനുശേഷം പുൾപിറ്റിൽ ഒരിക്കൽ മാത്രമേ കൈവച്ചിട്ടുള്ളൂ. അതൊരു പ്രസംഗം, ഒരു കല്യാണത്തിന് പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു. അതല്ലാതെ ഞാൻ വെളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ യാത്രയുടെ ഇടയിലും, വചന സംസാരത്തിനിടയിലും, ആളുകളുടെ ഇടയിലും, ക്രൗഡിനിടയിലായാലും നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ടുഗദർനെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിന് നമ്മൾ ഫിസിക്കലി അലോൺ ആയിരിക്കണം നിർബന്ധമില്ല. വെൻ അതർ പീപ്പിൾ ആർ ടോക്കിംഗ് സംതിങ് എൽസ്, നമുക്ക് കർത്താവുമായിട്ട് ലോൺലി ആകാൻ പറ്റും. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിരിക്കുമ്പം ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആളുകൾ സംസാരിക്കും. ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്ഥലത്തിന്റെ വില എന്താ, ഇവിടെ വിൽക്കാൻ കിട്ടുമോ, വാങ്ങിക്കാൻ കിട്ടുമോ, ഇങ്ങനെ ക്രയവിക്രയങ്ങളുണ്ടല്ലോ. ഈ ക്രയവിക്രയങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓഫ് ആവും, കാരണം നോ ഇൻട്രസ്റ്റ് ദയർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ സിറ്റ് ദയർ സൈലന്റ്ലി, ലെറ്റ് ദം ടോക്ക്. അപ്പൊ എനിക്ക് പങ്കില്ലാത്ത ഒത്തിരി കോൺവെർസേഷൻസ് ഈ വീട്ടിൽ, ഈ റൂം, ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും. എവ്രിവെയർ വി ക്യാൻ ഹാവ് എ ലോൺലിനെസ് വിത്ത് ദ ലോർഡ്. അത് ആ ലോൺലിനെസ് പറഞ്ഞ വേറെ ആൾ അറിയണമെന്ന് പോലും ഇല്ല. സോ ദാറ്റ്സ് എ പ്രാക്ടീസ് ദാറ്റ് വി ഡെവലപ്പ്. ഏത് സമയത്തും കർത്താവിന്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു പ്രാക്ടീസ്. വാങ്ങി മലയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മേ നോട്ട് ബി ഓൾവേസ് പ്രാക്ടിക്കൽ, ബട്ട് ദിസ് ഈസ് ഓൾവേസ് പ്രാക്ടിക്കൽ, ടു ബി വിത്ത് ദ ലോർഡ് എവറി ടൈം. അത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള സമയം പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ആ ആത്മാവിലുള്ള ആ ഒരു ഇൻസൈറ്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. സോ ആ ലോൺലിനെസ്, ആ ലോൺലിനെസ് എന്നുള്ള വാക്ക് ദാറ്റ്സ് നോട്ട് റിയലി പെർഫെക്റ്റ്. സോളിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ അതൊരു ഇത്തിരി നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ടോ എന്നൊരു സംശയം. ഏകാന്തത, ഓക്കെ, എന്തെങ്കിലും ആയിക്കട്ടെ. അപ്പോ ഈ കർത്താവുമായുള്ള ഒരു ടുഗദർനെസ്സിലേക്ക് നമുക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ആളുകൾ നമ്മെ പുകഴ്ത്തി പറയുമ്പോൾ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ വലിയ ആളെന്ന് പുകഴ്ത്തുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ ഓഫാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച്. When people are speaking good about you, switch yourself off and be with the Lord. കർത്താവിന്റെ കൂടെ ആയിരിക്കുക. ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക, കർത്താവിന്റെ അടുത്താവുക. കുത്തി പറയുമ്പോഴോ സ്വിച്ച് ഓഫ് ചെയ്യുക, കർത്താവിന്റെ അടുത്താവുക. ഈ കുത്തി പറയുമ്പോൾ കർത്താവിന്റെ അടുത്താവാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ പുകഴ്ത്തി പറയുമ്പോൾ കർത്താവിന്റെ അടുത്താകുന്നതിനേക്കാൾ ആ മനുഷ്യരുടെ അടുത്ത് കുറച്ചുകൂടി ഇരിക്കാൻ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഈ പുകഴ്ത്തി പറയുന്ന മനുഷ്യരുടെ അടുത്ത് ഓടുക എന്നുള്ളത് ഒരു പ്രധാന ഡിസിപ്ലിൻ ആയിരുന്നു കർത്താവിനെ സംബന്ധിച്ച്. ഹി ഓൾവേസ് റിഗിൾഡ് ഔട്ട് ഓഫ് സച്ച് സിറ്റുവേഷൻസ്. അവൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന നമുക്ക് പലപ്പോഴും കാണാം. ഹി ഈസ് ഓൾവേസ് വെരി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്.
അപ്പൊ നമ്മളെ പുകഴ്ത്തി പറയുന്നവരടുത്ത് മുങ്ങാൻ പറ്റുക എന്ന് പറയുന്നത്, അവരുടെ നേരെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക എന്ന് പറയുന്നത്, ദാറ്റ്സ് ഓൾസോ എ സ്പിരിച്വൽ ഡിസിപ്ലിൻ ദാറ്റ് വി ഓൾ നീഡ് ടു പ്രാക്ടീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കാരണം എന്താണെന്നറിയാമോ, ഈ മനുഷ്യരുടെ പുകഴ്ത്തലുകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. ആൻഡ് ദേ ചേഞ്ച് എവറി മോമെന്റ്. പബ്ലിക് ഒപ്പീനിയൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ദർ ഇസ് നത്തിങ് ഇൻ വാട്ട് ദേ ആർ സെയിങ്. പക്ഷെ അതേ സമയത്ത് കർത്താവിന്റെ ഒരു ബഹുമാനം, കർത്താവിന്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ കർത്താവ് എഴുന്നേറ്റ് നമ്മളെ ബഹുമാനിക്കുന്ന കാര്യമല്ല. The Lord saying one word, ഇങ്ങനെ പറയാ, എന്താ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ ലവ് യു, ഐ അപ്രീഷിയേറ്റ് യു, ഐ അപ്രൂവ് യു. അപ്രീഷിയേറ്റ് എന്നല്ല, ഐ അപ്രൂവ് യു എന്നൊരു വാക്ക് നമുക്ക് കേട്ടാൽ ദാറ്റ്സ് റിയലി വർത്ത് ഡൈയിങ് ഫോർ. ബാക്കിയുള്ളതിനൊന്നും ഒരു വിലയില്ല എന്നാണ്, യാതൊരു വിലയുമില്ല. നോ വാല്യൂ. ഇപ്പൊ കർത്താവ് മലയിലേക്ക് പോവുക എന്ന് പറയുന്നത് ടു ബി അവേ ഫ്രം പ്രൈസ്. പക്ഷെ കർത്താവിന്റെ ലൈഫിൽ നമ്മൾ കാണുന്നത് ഈ നിന്ദിക്കുന്നിടത്ത് നിന്ന് അങ്ങനെ ഓടിപ്പോകുന്നതായിട്ട് അത്രയും കാണുന്നില്ല. ഉണ്ട്, ഇല്ലെന്നല്ല, എല്ലായിടത്തും കർത്താവ് ആ വിത്ഡ്രോവലിന്റെ ടൈമിൽ വിത്ഡ്രോ ചെയ്യുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഹി ഗീവ്സ് ഹിംസെൽഫ് അപ് ടു ദോസ് സ്കോഫേഴ്സ്. കളിയാക്കുന്നവരുടെ കയ്യിലേക്കാണ് കർത്താവ് അവനെ തന്നെ വിട്ടുകൊടുക്കുന്നത്. അവൻ ഒരിക്കലും പുകഴ്ത്തുന്നവരുടെ കയ്യിലേക്ക് അവനെ തന്നെ വിട്ടുകൊടുത്തിട്ടില്ല. ഹോശാന ദിവസവും കർത്താവ് പുകഴ്ത്തുന്നവരുടെ കയ്യിലേക്ക് അവനെ വിട്ടുകൊടുത്തിട്ടില്ല. അവൻ രാജ്യം സ്ഥാപിക്കാനും ശ്രമിച്ചില്ല. അവർ ഒരു ദിവസം അവന്റെ വരാൻ പോകുന്ന രാജത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയതേ ഉള്ളൂ. അതല്ലാതെ അവൻ ഒരിക്കലും പുകഴ്ത്തുന്നവരുടെ കയ്യിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. എന്നാൽ കർത്താവിനെ പുകഴ്ത്തുക എന്നുള്ളത്, ബഹുമാനിക്കുക എന്നുള്ളത് ന്യായമാണ്, യുക്തവും ന്യായവുമാണ്. ടു ഗീവ് ഹിം പ്രൈസ് ആൻഡ് ഓഫർ ഹിം പ്രൈസ് ബിക്കോസ് ഹി ഡിസേർവ്സ് ഇറ്റ്. അവനത് അർഹതയുണ്ട്. നാം അവനോടത് കടപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി. പടക് കയറി കടലക്കരെ കഫർന്നഭൂമിയിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കൽ കടൽ കോപിച്ചോറ 4 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനെ സമീപിക്കുന്നവർ കണ്ടു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശിഷ്യന്മാരാണ് ആ കർത്താവിന്റെ അത്ഭുതം കാണുന്നത്, കടലിന്മേൽ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കടലിന്മേൽ നടന്ന് കർത്താവ് വരുന്നവർ കാണുന്നു. അപ്പൊ കർത്താവിനെ കടലിൽ വെച്ച് തന്നെ കപ്പലിൽ കയറ്റാൻ ശ്രമിക്കുന്നു. ആ നിമിഷം തന്നെ ഇവരുടെ കപ്പൽ ആ കടപ്പുറത്ത് എത്തുന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ദിസ് അനദർ മിറക്കിൾ. ഇങ്ങനൊരു മിറക്കിൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും കാണാൻ പറ്റും. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്നു, ശിഷ്യന്മാരെ പല സ്ഥലത്തും എടുത്തുകൊണ്ട് പോകുന്നു. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതിനാൽ കാണാതായി. ഏലിയാവിനെ സ്വർഗത്തിലോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. അപ്പൊ കർത്താവിന്റെ ആത്മാവ് കാറ്റുപോലെ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോയി. അതുപോലെ ഈ കാറ്റിനും കോളിനും ഇടയിൽ ശിഷ്യന്മാരെ മറുകര എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദിസ് ഇസ് അനദർ മിറക്കിൾ ഹി ഈസ് ഡൂയിങ്. ഇവിടെ എല്ലാം കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ, കടലിന്മേലുള്ള അധികാരം, പ്രപഞ്ചത്തിന്മേലുള്ള അധികാരം, അവന്റെ ആ ട്രാൻസെൻഡന്റൽ നേച്ചർ, എബിലിറ്റി ദാറ്റ് ട്രാൻസെൻഡ്സ് നേച്ചർ, പ്രകൃതിയെ അതിജീവിക്കുന്ന അവന്റെ അധികാരത്തെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാനും, പ്രകൃതിയുടെ മേലുള്ള അധികാരം, കടലിനു മേൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സർവാധിപത്യമുള്ള രാജാവിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇതെല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരു പാസേജിൽ കാണുന്നത് ഈ ശിഷ്യന്മാര് യേശുവിനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. ഈ ശിഷ്യന്മാരല്ല, വേറെ പുരുഷാരം, വൻതോതിൽ പുരുഷാർ യേശുവിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കാരണം രാജാവിനെ മിസ്സിംഗ് ആണ്. പെട്ടെന്ന് രാജാവ് മിസ്സിംഗ് ആയിപ്പോയി. അപ്പൊ രാജാവ് മിസ്സിംഗ് ആയി കഴിഞ്ഞപ്പോൾ രാജാവിനെ അന്വേഷിച്ച് ഇവർ പുറകെ നടക്കുന്നതാണ് നമ്മൾ അടുത്ത 3-4 വാക്യങ്ങളിൽ കാണുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ അവിടെ മനസ്സിലാവും എത്ര ഈഗർ ആയിട്ടാണ് അവർ കർത്താവിന് വേണ്ടി കാത്തിരുന്നത്. ശിഷ്യന്മാര് പോയ കാര്യം അവർ ഗ്രഹിച്ചു, എന്നാൽ യേശു പടകിൽ കയറിയില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഓക്കെ. അപ്പോൾ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ
തിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല എന്ന് ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരും കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ കവർന്നൂരിൽ എത്തി. അപ്പം ഈ ആൾക്കാർ വന്ന കുറെ പടകുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ ഇതേ പടകുകളിൽ കയറി ഇവര് നേരെ ഈ പുരുഷാരം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവരെല്ലാവരും കവർന്നൂരിൽ എത്തി. അപ്പൊ കർത്താവിന്റെ പുറകെ ആൾക്കാർ മാറുന്നില്ല. എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ഇന്നൊക്കെ ഒരു ശുശ്രൂഷന്റെ പുറകെ ആൾക്കാർ മാറാതിരുന്നാൽ എന്തോ ഒരു ഗമയായിരിക്കും. എന്റെ പുറകെ ആൾക്കാരെല്ലാം കൂടെ വരുവാണെങ്കിൽ ഓ എന്തൊരു സന്തോഷമായിരിക്കും. ആ സന്തോഷം ഞാൻ ജയിച്ചു എന്നാണ് തോന്നുന്നത്. കൂടുതൽ ആൾക്കാർ പ്രസംഗം കേൾക്കുന്നു, കൂടുതൽ ആൾക്കാർ ജയിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ കർത്താവിന് അങ്ങനെയല്ല. കർത്താവിന് അറിയാം ഈ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അപ്രീസിയേഷൻസ് വിൽ ഫെയ്ഡ് അവേ വെരി ഫാസ്റ്റ്. അപ്പൊ ജനങ്ങൾ എവിടെ ആൾക്കൂട്ടം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ അവിടെ മനസ്സിലാക്കാം ഒരു കാര്യം, അവർ ക്രൂശിനെ അല്ല അന്വേഷിക്കുന്നത്, അവരന്വേഷിക്കുന്നത് തിന്നാനുള്ള അപ്പവും ജീവിക്കാനുള്ള ആ ജീവിതത്തെ ലളിതമാക്കി ലഭിക്കാൻ വേണ്ടിയുള്ള ആ യാത്രയാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ചെയ്യുന്ന അതേ യാത്രയാണ് അവരും ചെയ്യുന്നതെന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. ആൾക്കൂട്ടങ്ങൾ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. ആൾക്കൂട്ടങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ശിഷ്യന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ കർത്താവ് എപ്പോഴും ശിഷ്യന്മാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശിഷ്യന്മാരെയാണ് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വായിൽ നിന്നുള്ള സ്തുതികളാണ് കർത്താവിന് ഇഷ്ടം. അവരുടെ വായിൽ, അതായത് വിശുദ്ധന്മാർ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവനെ സ്തുതിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം. എല്ലാവർക്കും സ്തുതിക്കാം കർത്താവിനെ, എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. പക്ഷെ ഈ അപ്പം തിന്ന് തൃപ്തരായവർ എന്ത് പറഞ്ഞായിരിക്കും കർത്താവിനെ സ്തുതിക്കുന്നത്? അപ്പം തിന്ന് തൃപ്തരായവർ എന്ത് പറഞ്ഞായിരിക്കും കർത്താവിനെ സ്തുതിക്കുന്നത്? ചിന്തിച്ചു നോക്കാം. വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ ഞങ്ങളെ അപ്പം തന്ന് അനുഗ്രഹിച്ചവനായ ദൈവം അങ്ങനെയായിരിക്കും അല്ലെ? നിങ്ങൾ ഞായറാഴ്ച നിങ്ങളുടെ ചർച്ചകളില് ഇന്ന് വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ സ്തുതിക്കുന്ന ശ്രദ്ധിച്ചാൽ മതി. ഈ ഞായറാഴ്ച ഒന്ന് ശ്രദ്ധിക്കണേ. അവർ അപ്പം തിന്ന് തൃപ്തരായവരാണോ അതോ കർത്താവിന്റെ ജീവൻ പ്രാപിച്ചവരാണോ? അവർ സ്തുതിക്കുന്ന കേട്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മനസ്സിലാക്കിക്കോ, ഇവർ കഴിഞ്ഞ ആഴ്ച കർത്താവ് നടത്തിയത് കൊണ്ടുള്ള പുകഴ്ത്തൽ മാത്രമേ ഉള്ളൂ. അതെന്തിനാ പുകഴ്ത്തുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ച അങ്ങോട്ട് നടത്തണം. അതിനുവേണ്ടി അത് അപ്പം തിന്ന് തൃപ്തരായ ജനമാണ്. ചിലർ പറഞ്ഞു ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. നടത്തിയതിന്റെ നടത്തിപ്പിന്റെ സന്തോഷം അത്. ഒന്നുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തെണ്ടിയായി നടന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം കിട്ടി. കർത്താവേ നീ നടത്തുമാർ. അതായത് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയും കേട്ടോ കർത്താവിനെ. ഇതൊന്നും ഞാൻ നേടിയതല്ല, നീ തന്നതാണ്. പറയുന്നത് എന്നാ അറിയാം? ആരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ അത് ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവർക്കും പറയാവുന്ന വാക്കുകളാണ്. അംബാനിക്ക് വരെ പറയാം. ഇത്രത്തോളം വൈബ്രേഷൻ അംബാനിക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ പുള്ളിക്കും വേണമെങ്കിൽ പറയാം. കാരണം ഈ നടത്തിപ്പിനെ കുറിച്ച് സ്തോത്രം പറയുന്നവരെല്ലാം അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രം കർത്താവിന്റെ പിന്നാലെ വരുന്നവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. എന്നാൽ അവരുടെ സ്തോത്രം ചെയ്യുന്നത് കർത്താവെ ഈ ലോകമല്ല, അതിനപ്പുറത്ത് നീ എനിക്ക് തന്ന നിത്യജീവന്റെ സന്തോഷം ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചതിനായിട്ട് ഇത്രയും വലിയ വേദന എന്നെ പോലൊരു പാപിക്ക് വേണ്ടി കർത്താവെ നീ നിന്റെ ശരീരത്തെ തന്നെ അപ്പമായി ഞങ്ങൾക്ക് തന്നല്ലോ എന്നോർത്ത് അവനെ സ്തുതിക്കുന്ന കേട്ടാ ഓർത്തോ, അവര് ജീവമൊഴികൾ കണ്ടുവന്നവരാ. വളരെ കുറച്ച് സഭകളിൽ ഇന്ന് അങ്ങനെ നടക്കാറുള്ളൂ. കാരണം ഇന്ന് സഭകൾ എന്ന് പറയുന്ന ആൾക്കൂട്ടങ്ങളാണ്. ആൾക്കൂട്ടങ്ങളുടെ സ്തുതി എന്താണെന്ന് മനസ്സിലായല്ലോ? ആൾക്കൂട്ടങ്ങളുടെ സ്തുതി എന്ന് പറയുന്നത് എപ്പോഴും നടത്തിപ്പ്. ഇന്നലെ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നടത്തി. എന്നാൽ കർത്താവ് നടത്തിയില്ലേ? നടത്തി. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, എന്തിനാ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നത്? ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ദൈവത്തിന് അത് വലിയ കാര്യമാണോ? നമുക്ക് ആഹാരം തരുന്ന വലിയ കാര്യമാണോ? അവന് വലിയ കാര്യം എന്താ? അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കാൻ വിടുന്നതായിരുന്നു വലിയ കാര്യം. ആ കാഴ്ച കാണാതെ ഈ കാഴ്ച കാണുന്നതിന്റെ അർത്ഥം എന്താ? അത് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല, വീണ്ടും ജനിച്ചവരല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അതല്ല, നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം നമ്മളെ അനുദിനം നടന്നതിൽ നമ്മൾ നന്ദിയുള്ളവരാണ്, അല്ലെന്നല്ല ഞാൻ പറയും. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തികളെ മറന്നുപോയി കഴിയുമ്പോൾ ഇതാണ് അതിന്റെ കോൺസിക്വൻസ്. ഞാൻ ഞായറാഴ്ചകളിലെ പണ്ട് പല ചർച്ചകളിലെ പ്രസംഗിക്കാനൊക്കെ പോയിരുന്നു. പിന്നെ ഞാൻ നിർത്തി, ഒത്തിരി കുറച്ചു, കട്ട് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒഴിവാക്കാൻ പറ്റാത്ത സാധനം മാത്രം പോകുന്നുള്ള തീരുമാനിച്ചു. കാരണം ഞായറാഴ്ച പോയി ഒരു ചർച്ചകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ സ്തോത്രം ചെയ്യുന്ന മുഴുവൻ ഇതാ. കഴിഞ്ഞ ആഴ്ച വട്ടം ഈ രാത്രി കാലം ആ ഒരു ക്ലീശേ പ്രയോഗങ്ങൾ, കുറച്ച് ക്ലീശേ പ്രയോഗങ്ങളുണ്ട് നമുക്ക്. അത് കൃത്യമായിട്ട് ആ ഒരു താളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കും, അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് ഓർമ്മയില്ലേ? അത് കർത്താവെ, ഞങ്ങളുടെ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയ ഹ്രസ്വദൃഷ്ടിക്കാരാണ് ഞങ്ങൾക്ക് ഇന്നലെ നടത്തിയത് മാത്രം ഓർമ്മയുണ്ട്.
ഇപ്പൊ കർത്താവ് പറയുന്നത് ഹൃസ്വദൃഷ്ടി മാത്രമല്ല, കഠിന ഹൃദയം കൂടെയാണ്. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം കാൽവരി ക്രൂശിൽ രക്തമൊഴുക്കി ശരീരം തകർത്ത് അടികൊണ്ട് നിങ്ങളുടെ പകരം മരിച്ചിട്ട് അത് ഓർമ്മയില്ലാത്ത നിങ്ങൾ ജസ്റ്റ് ഓർമ്മ പോയവർ മാത്രമല്ല, നിങ്ങൾ കഠിന ഹൃദയർ കൂടിയാണ്, ആർദ്രതയില്ലാത്ത ഹൃദയമാണ്. ദൈവം നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മരിച്ചിട്ട് അത് ഓർമ്മിക്കാത്ത മനുഷ്യൻ അതിന് പകരം ഇന്നലെ കഴിക്കാൻ ആഹാരം തന്നത് മാത്രം ഓർക്കുന്ന, ബിരിയാണി കിട്ടിയത് മാത്രം ഓർക്കുന്ന മനുഷ്യൻ, അവരുടെ ദൈവം വയറല്ലാതെ പിന്നെ എന്താണ്? പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ കണ്ടിട്ട് അത്രയും പേര് അവിടെ കൂടുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അത്രയും പേര് അവിടെ കൂടും എന്ന് മനസ്സിലാക്കണം. അത്രയും പേര് ഇവിടെ കൂടില്ല എന്നും അറിഞ്ഞിരിക്കണം. അത്രയും പേർ കർത്താവിന്റെ അടുത്ത് വരില്ല എന്നും അറിഞ്ഞിരിക്കണം. ആ അത്രയും പേരില്ലാതെ ഇത്രയും പേർ കർത്താവിന്റെ അടുത്ത് വരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് അത് ദൈവത്തിന്റെ വലിയ കൃപയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കൃപ. കർത്താവ് അനേകർ ആൾക്കൂട്ടങ്ങളായി മാറുമ്പോൾ ഞങ്ങളെ മക്കളാക്കി മാറ്റുവാൻ അങ്ങേക്ക് തോന്നിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. ആൾക്കൂട്ടത്തിൽ ഞങ്ങളെ വലിച്ചു പറിച്ചെടുത്ത അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അത് മനസ്സിലാകുമ്പോൾ നമുക്ക് ദൈവത്തോട് ഭയങ്കരമായ നന്ദി, സ്നേഹമുണ്ട്. അങ്ങനെ കർത്താവിന്റെ പിന്നാലെ നമ്മൾ ചെല്ലുന്നതാണ് ശരിക്കുള്ള ശിഷ്യത്വം എന്ന് പറയുന്നത്. ബിക്കോസ് ഹി സേവ്ഡ് us ഐ ഫോളോ ഹിം. അവൻ എന്നെ രക്ഷിച്ചതിനാൽ ഞാൻ അവനെ അനുഗമിക്കും, അവന്റെ പിന്നാലെ വരും. കർത്താവ് പറയുന്നത് ഇവർ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്. വി വിൽ സീ ദാറ്റ് നെക്സ്റ്റ് ഡേ. ഇറ്റ്സ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ലൈഫ്. അവിടെ നമ്മൾ വളരെ സമയം എടുക്കേണ്ട ചർച്ചകളിലേക്കാണ് കർത്താവിന് അടുത്ത സെഷൻസിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്യം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. യേശു അവിടെ ഇല്ല എന്ന് 25 വാക്യം, നമ്മൾ അടുത്ത വാക്യം അത് തന്നെയാണ്. കടലക്കര അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു, എന്തൊരു സ്നേഹമല്ലേ റബ്ബി, നീ എപ്പോ വന്നു, എപ്പോഴാ ഇവിടെ വന്നേ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ നിന്നെ വിടില്ലായിരുന്നു, 2 മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് പോയാൽ മതി, ഞങ്ങൾ നിന്നെ വിടണ്ടെന്ന് വിചാരിച്ചിരിക്കുക, നീ എപ്പോ വന്നു? കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടുകൊണ്ടൊന്നുമല്ല, ഞാൻ കുറെ അടയാളമായിട്ട് ഇതെല്ലാം ചെയ്തത്, ഞാൻ ആരാന്ന് വെളിപ്പെടുത്താൻ വേണ്ടി. അത് നിങ്ങൾ കണ്ടില്ല, ഞാൻ ആരാ നിങ്ങൾ കണ്ടില്ല, അടയാളങ്ങൾ കണ്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ടത് എന്താണെന്നറിയാം? അപ്പം ഒത്തിരി ഉണ്ടായി, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഇനിയും ചിലപ്പം വിശക്കാനുള്ള സമയമായി കാണും. ഇനി അടുത്ത അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നായിരിക്കും അല്ലെ, ചിലപ്പം കർത്താവ് വാഴ്ത്തി കൊടുത്തത്. എനിവേ കർത്താവ് പറയാണ്, ആൾക്കൂട്ടം എപ്പോഴും കർത്താവിന്റെ പിന്നാലെ ചെല്ലുന്നത് ബിക്കോസ് ദേ വാണ്ട് സംതിങ്. പക്ഷെ ശിഷ്യൻ ചെല്ലുന്നത് അവന് കർത്താവിനെ വേണം എന്നുള്ളത് കൊണ്ടാണ്. ദാറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ഐ ഫോളോ ദ ലോർഡ് ബിക്കോസ് ഹി ഡൈഡ് ഫോർ മീ. അവനല്ലാതെ വേറെ ആരും നമുക്കില്ല. നൺ ബിസൈഡ് ഹിം, നൺ ലൈക്ക് ഹിം. അവനെ പോലെ ആരുമില്ല, അവനെ കൂടാതെ ആരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവന്റെ പിന്നാലെ പോകുന്നത്. ദാറ്റ്സ് ഓൺലി വേ അഹെഡ് ഫോർ us. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ, ഞങ്ങളുടെ ഫോക്കസ് ഒന്ന് പരിശോധിക്കാൻ. ഞങ്ങളുടെ സഭകളിൽ നടക്കുന്ന ആരാധനകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ക്രൗഡിനിടയിൽ കർത്താവിന്റെ കൂടെ ഒരു സെക്കൻഡ് ഒരു ലോൺലിനെസ്, വീണ്ടും ആ വാക്കിന് പകരൊരു വാക്ക് കിട്ടുന്നില്ല, കർത്താവിന്റെ കൂടെയുള്ള ആ ഒരു ടുഗദർനെസ്, ആ ഒരു സൈലന്റ് ടൈം, അതിന് നടുവിൽ അനുഭവിക്കുവാൻ കർത്താവ്, ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണം. അത് കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നിന്ദിക്കുന്നവരുടെ ഇടയിൽ, പുകഴ്ത്തുന്നവരുടെ ഇടയിൽ നിന്നെല്ലാം ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതിനോടെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കന്ന് പറയാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവിടുന്ന് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അങ്ങ് ആരാണെന്ന്. കർത്താവെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കർത്താവെ മനസ്സിലാക്കുന്നു. ദൈവമേ, അവിടെ ഞങ്ങളുടെ കർത്താവും രാജാവുമായിരിക്കാൻ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് എല്ലാം തന്നു. ആ നിത്യജീവന്റെ ആഹാരം കർത്താവ് ഞങ്ങൾക്ക് ധാരാളമായി തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.